ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ, നീതു പോൾസൺ അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ. ആദ്യ കവിത ആനയിറങ്ങലിലൂടെ മൂന്നാറിലേക്ക്. ഇഷ്ടങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിട്ട് ആനവണ്ടിയിൽ പോകണമെന്നായിരുന്നു. സമയത്തിന് അതില്ലാത്തതിനാൽ ചിഹ്നം വിളിച്ച് ഒച്ചയുണർത്തി ബൈക്കിൽ യാത്രയായി. ഇഷ്ടങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിട്ട് ആനവണ്ടിയിൽ പോകണമെന്നായിരുന്നു. സമയത്തിന് അതില്ലാത്തതിനാൽ ചിഹ്നം വിളിച്ച് ഒച്ചയുണർത്തി ബൈക്കിൽ യാത്രയായി. ആനയിറങ്കൽ, പെരിയ കനാൽ, തേയിലപ്പച്ചപ്പ്, ചായഗന്ധമൂറുന്ന വഴികൾ. എതിരെയൊരു ആനവണ്ടി പോയി, മുല്ലപ്പൂ മണമുള്ള തമിഴ്നാടൻ പെണ്ണ്. ആനയിറങ്കൽ, പെരിയ കനാൽ, തേയിലപ്പച്ചപ്പ്, ചായഗന്ധമൂറുന്ന വഴികൾ. എതിരെയൊരു ആനവണ്ടി പോയി, മുല്ലപ്പൂ മണമുള്ള തമിഴ്നാടൻ പെണ്ണ്. തമിഴ് പേച്ചിലല്ല, പറഞ്ഞൊഴിയുന്ന വാക്കിലല്ല, എങ്ങും തുടിക്കുന്ന കരുതലിലാണ് കാതൽ. അരിക്കൊമ്പനിവിടെ നിലച്ചുപോയ വികാരമാണെന്ന് ഒരണ്ണൻ പെരിയ കനാലിലെ തണുപ്പൻ കാറ്റിനെ വീശിയടിച്ച ടീ നീട്ടി ചൊല്ലി. തമിഴ് പേച്ചിലല്ല, പറഞ്ഞൊഴിയുന്ന വാക്കിലല്ല, എങ്ങും തുടിക്കുന്ന കരുതലിലാണ് കാതൽ. അരിക്കൊമ്പനിവിടെ നിലച്ചുപോയ വികാരമാണെന്ന് ഒരണ്ണൻ പെരിയ കനാലിലെ തണുപ്പൻ കാറ്റിനെ വീശിയടിച്ച ടീ നീട്ടി ചൊല്ലി. പച്ചപ്പും തണുപ്പും ചൂടൻ ചായയും വടയും അതുമൊരു പ്രണയിനിയാണ്. പച്ചപ്പും തണുപ്പും ചൂടൻ ചായയും വടയും അതുമൊരു പ്രണയിനിയാണ്. എതിരെ ബൈക്കോടിച്ചു പോയ യുവമിഥുനങ്ങളുടെ ചിരിയലകൾ ഇടത്തോട്ടുള്ള കൊടും വളവും കഴിഞ്ഞ് ആനയിറങ്ങൽ ജലാശയം കണ്ടുനിന്നു. എതിരെ ബൈക്കോടിച്ചു പോയ യുവമിഥുനങ്ങളുടെ ചിരിയലകൾ ഇടത്തോട്ടുള്ള കൊടും വളവും കഴിഞ്ഞ് ആനയിറങ്കൽ ജലാശയം കണ്ടുനിന്നു. കരസ്പർശനത്താൽ പിന്നിലൊരു പുതു പ്രണയലോകം തീർത്ത് സെൽഫികൾ ചുംബിച്ചു. കരസ്പർശനത്താൽ പിന്നിലൊരു പുതു പ്രണയലോകം തീർത്ത് സെൽഫികൾ ചുംബിച്ചു. ദൂരക്കാഴ്ചകളുടെ പച്ചപ്പിൽ ഇനിയും തെളിഞ്ഞിടാത്ത എന്തോ ഒരിത് ഓർമ്മകളുടെ ഇളം തണുപ്പിൽ നൊമ്പരപ്പെട്ടു നിന്നു. മഞ്ഞിനു കീഴെ വെന്തെടുത്ത ചോളവും മഞ്ഞിനൊരൊപ്പം ഐസ്ക്രീമുമെന്ന് അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം പറന്ന്. ദൂരക്കാഴ്ചകളുടെ പച്ചപ്പിൽ ഇനിയും തെളിഞ്ഞിടാത്ത എന്തോ ഒരിത് ഓർമ്മകളുടെ ഇളം തണുപ്പിൽ നൊമ്പരപ്പെട്ടു നിന്നു. മഞ്ഞിനു കീഴെ വെന്തെടുത്ത ചോളവും മഞ്ഞിനൊരൊപ്പം ഐസ്ക്രീമും എന്ന് അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം പറന്ന്. ഇടയ്ക്കിടെ കോട്ടിനെ ഇടം കൈയാൽ തഴുകി ഇമ്പമോടെ ചേർത്ത് നീയല്ലേ നീയല്ലേ എല്ലാമെന്ന് ഹൃദയസിരകളിലൂടെ ഓർമ്മിപ്പിച്ച് ഗ്യാപ്പ് റോഡിലേക്ക് ഓടിച്ചു കയറവേ വഴിയോരത്ത് കാശിത്തുമ്പ പൂക്കളുമായി അവൾ. ഒടുവിലീ കവിതയായി മഞ്ഞലകൾ കോറിയിട്ട്. ഇടയ്ക്കിടെ കോട്ടിനെ ഇടം കൈയാൽ തഴുകി ഇമ്പമോടെ ചേർത്ത് നീയല്ലേ നീയല്ലേ എല്ലാമെന്ന് ഹൃദയസിരകളിലൂടെ ഓർമ്മിപ്പിച്ച് ഗ്യാപ്പ് റോഡിലേക്ക് ഓടിച്ചു കയറവേ വഴിയോരത്ത് കാശിത്തുമ്പ പൂക്കളുമായി അവൾ. ഒടുവിലീ കവിതയായി മഞ്ഞലകളായി കോറിയിട്ട്. ലോക്ക്ഹേർട്ടും കൊടും വളവുകളും കൊക്കകളും കടന്ന് ചൊക്രമുടിയോരം ചേർന്ന് പതുക്കെ പറഞ്ഞ് ഉറക്കെ ചിരിച്ച് ഇനി നമ്മളൊന്നിച്ചല്ലേ യാത്രയെന്നവൾ. ലോക്ക്ഹേർട്ടും കൊടും വളവുകളും കൊക്കകളും കടന്ന് ചൊക്രമുടിയോരം ചേർന്ന് പതുക്കെ പറഞ്ഞ് ഉറക്കെ ചിരിച്ച് ഇനി നമ്മളൊന്നിച്ചല്ലേ യാത്രയെന്നവൾ. ദേവിയേയും കണ്ട് കുളക്കര വഴി നമ്മൾ മൂന്നാറിലെത്തുമെന്ന് സിഗ്നൽ പോയിന്റിൽ മൂക്കൂത്തി തിളക്കമുള്ള തണുപ്പ് പൂവുകൾ അറിഞ്ഞിരിക്കുന്നല്ലോ. ദേവിയേയും കണ്ട് കുളക്കര വഴി നമ്മൾ മൂന്നാറിലെത്തുമെന്ന് സിഗ്നൽ പോയിന്റിൽ മൂക്കൂത്തി തിളക്കമുള്ള തണുപ്പ് പൂവുകൾ അറിഞ്ഞിരിക്കുന്നല്ലോ. ഇഷ്ടങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിട്ട് ആനവണ്ടിയിൽ പോകണമെന്നായിരുന്നു. സമയത്തിന് അതില്ലാത്തതിനാൽ ചിഹ്നം വിളിച്ച് ഒച്ചയുണർത്തി ബൈക്കിൽ യാത്രയായി. തുടർന്ന് ധ്യാനം. കല്ലുകൾ പോലും കൺതുറക്കുന്ന, ഉറുമ്പുകൾ ഇഴഞ്ഞിടുന്ന, മീനുകൾ ഇരുകാലിൽ നടന്നിടുന്ന, മൺതരികൾ ആർദ്രമായി പൂക്കുന്ന നേരങ്ങളിൽ ഞാൻ ധ്യാനത്തിലാണ്. കല്ലുകൾ പോലും കൺതുറക്കുന്ന,
ഉറുമ്പുകൾ ഇഴഞ്ഞിടുന്ന, മീനുകൾ ഇരുകാലിൽ നടന്നിടുന്ന, മൺതരികൾ ആർദ്രമായി പൂക്കുന്ന നേരങ്ങളിൽ ഞാൻ ധ്യാനത്തിലാണ്. ചെണ്ടകൊട്ടിൻ പെരുമഴയിൽ, പാട്ടിൻ്റെ കൊടുങ്കാറ്റിനിടയിൽ, മിന്നൽ പിണറിൻ്റെ സാമീപ്യത്തിൽ ഞാൻ ധ്യാനത്തിലാണ്. ചെണ്ടകൊട്ടിൻ പെരുമഴയിൽ, പാട്ടിൻ്റെ കൊടുങ്കാറ്റിനിടയിൽ, മിന്നൽ പിണറിൻ്റെ സാമീപ്യത്തിൽ ഞാൻ ധ്യാനത്തിലാണ്. കാട്ടുപൂക്കളുടെ മദപ്പാടിൽ, ഭ്രാന്തടിപ്പിക്കും ഗന്ധത്തിൽ, കുളിരലക്കൂട്ടിൻ ചിഹ്നം വിളിയിൽ ഞാൻ ധ്യാനത്തിലാണ്. കാട്ടുപൂക്കളുടെ മദപ്പാടിൽ, ഭ്രാന്തടിപ്പിക്കും ഗന്ധത്തിൽ, കുളിരലക്കൂട്ടിൻ ചിഹ്നം വിളിയിൽ ഞാൻ ധ്യാനത്തിലാണ്. മുള്ളുകൾ കോറുന്ന ഗർജനത്തിൽ, കൂവിയാർക്കുന്ന പ്രലോഭനങ്ങളിൽ, ഉരുകിയിറങ്ങുന്ന ചുംബനങ്ങളിൽ, തീവ്ര പ്രേമത്തിൻ ചങ്ങലക്കൈകളിൽ ഞാൻ ധ്യാനത്തിലാണ്. മുള്ളുകൾ കോറുന്ന ഗർജനത്തിൽ, കൂവിയാർക്കുന്ന പ്രലോഭനങ്ങളിൽ, ഉരുകിയിറങ്ങുന്ന ചുംബനങ്ങളിൽ, തീവ്ര പ്രേമത്തിൻ ചങ്ങലക്കൈകളിൽ ഞാൻ ധ്യാനത്തിലാണ്. തുടർച്ചകളില്ലാത്ത തടാകക്കരയിൽ, ചുളിയുന്ന അക്ഷരമേനി നിറവിൽ, പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോഴും ശുദ്ധവസന്ത ദീപ്തിയിൽ മുക്തമോടെ. തുടർച്ചകളില്ലാത്ത തടാകക്കരയിൽ, ചുളിയുന്ന അക്ഷരമേനി നിറവിൽ, പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോഴും ശുദ്ധവസന്ത ദീപ്തിയിൽ മുക്തമോടെ. അവസാനമായി ഇടവഴികൾ. മരണത്തെ അതിജീവിച്ച് ഇടവഴികൾ ഇന്നുമുണ്ട്, വിശപ്പുമുറ്റിയ ദൈന്യതയുമായി മെലിഞ്ഞ് മെലിഞ്ഞ്. മരണത്തെ അതിജീവിച്ച് ഇടവഴികൾ ഇന്നുമുണ്ട്, വിശപ്പുമുറ്റിയ ദൈന്യതയുമായി മെലിഞ്ഞ് മെലിഞ്ഞ്. ഇടവഴിയിലെ പച്ചപ്പിനോട് ചേർന്ന് നീയും ഞാനും അമർന്ന് ഞെരുങ്ങി കടന്നുപോയപ്പോൾ എത്രയോ വട്ടം തൂവാതെ പിടിച്ചിരുന്നു തൂക്കുപാത്രത്തിലെ പാൽ. ആ ജാഗ്രത മിഴികളിൽ പ്രണയമായി പെയ്തു തീരാതെ തുടർന്നല്ലോ. ഇടവഴിയിലെ പച്ചപ്പിനോട് ചേർന്ന് നീയും ഞാനും അമർന്നു ഞെരുങ്ങി കടന്നുപോയപ്പോൾ എത്രയോ വട്ടം തൂവാതെ പിടിച്ചിരുന്നു തൂക്കുപാത്രത്തിലെ പാൽ. ആ ജാഗ്രത മിഴികളിൽ പ്രണയമായി പെയ്തു തീരാതെ തുടർന്നല്ലോ. ഇടവഴികൾ വാർദ്ധക്യത്തിലേക്ക് കടന്ന നാളിലാണ് നീ അകലേക്കും നീയില്ലാത്ത വിദൂരത്തേക്ക് ഞാനും പോയത്. ഇടവഴികൾ വാർദ്ധക്യത്തിലേക്ക് കടന്ന നാളിലാണ് നീ അകലേക്കും നീയില്ലാത്ത വിദൂരത്തേക്കും ഞാനും പോയത്. ഇടവഴികൾ കരയാതെ കരഞ്ഞ നാളിലൊക്കെ മുഖത്തേക്ക് വീണ ഇലകളെ മൂർച്ചയില്ലാത്ത കത്തികൊണ്ട് രാമനാചാരി വെട്ടിയൊതുക്കി നിർവൃതി കൊണ്ടു. ഇടവഴികൾ കരയാതെ കരഞ്ഞ നാളിലൊക്കെ മുഖത്തേക്ക് വീണ ഇലകളെ മൂർച്ചയില്ലാത്ത കത്തികൊണ്ട് രാമനാചാരി വെട്ടിയൊതുക്കി നിർവൃതി കൊണ്ടു. ഇടവഴികൾക്ക് മുന്നിലൂടെ വീതിയിലും നീളത്തിലും കറുപ്പണിഞ്ഞ ഹൈവേകളെത്തി. പ്രതീക്ഷകളോടെ നവ അതിഥിക്ക് മുന്നിൽ കുളിച്ചൊരുങ്ങി നിന്നപ്പോൾ ചിലരെത്തി ശരീരത്തോട് മറഞ്ഞു നിന്ന് കുപ്പിയും വെള്ളവും ഗ്ലാസുമായി ഒന്നായങ്ങനെ. ഇടവഴികൾക്ക് മുന്നിലൂടെ വീതിയിലും നീളത്തിലും കറുപ്പണിഞ്ഞ ഹൈവേകളെത്തി. പ്രതീക്ഷകളോടെ നവ അതിഥിക്ക് മുന്നിൽ കുളിച്ചൊരുങ്ങി നിന്നപ്പോൾ ചിലരെത്തി ശരീരത്തോട് മറഞ്ഞു നിന്നു കുപ്പിയും വെള്ളവും ഗ്ലാസുമായി ഒന്നായങ്ങനെ. ചില നേരം തോന്നാറുണ്ട് ഇടവഴികൾ ഇതൊക്കെ കണ്ട് കണ്ണടച്ച് നിന്നതോ ആത്മഹത്യ ചെയ്തതോ എന്ന്. ചില നേരം തോന്നാറുണ്ട് ഇടവഴികൾ ഇതൊക്കെ കണ്ട് കണ്ണടച്ച് നിന്നതോ ആത്മഹത്യ ചെയ്തതോ എന്ന്. ഇടവഴികൾ ഇടയ്ക്കിടെ കൈയുയർത്തിക്കാട്ടി ഹൈവേയെ കൂട്ടാക്കാൻ, എന്നാൽ ടിപ്പറിലേറി വന്ന ഒരു യന്ത്രക്കൈ നാവു നീട്ടിയിറങ്ങിയതോടെ പ്രണയനിശ്വാസങ്ങൾ ഇടതെങ്ങി നിറഞ്ഞിരുന്ന ഇടവഴികൾ കണ്ണുമിഴിച്ചു നിന്നു തൂക്കുകയർ കഴുത്തിലണിഞ്ഞ ശിക്ഷാവിധിയുടെ സമയവുമായി. ഇടവഴികൾ ഇടയ്ക്കിടെ കൈയുയർത്തിക്കാട്ടി ഹൈവേയെ കൂട്ടാക്കാൻ, എന്നാൽ ടിപ്പറിലേറി വന്ന ഒരു യന്ത്രക്കൈ നാവു നീട്ടി ഇറങ്ങിയതോടെ പ്രണയനിശ്വാസങ്ങൾ ഇടതെങ്ങി നിറഞ്ഞിരുന്ന ഇടവഴികൾ കണ്ണുമിഴിച്ചു നിന്നു തൂക്കുകയർ കഴുത്തിലണിഞ്ഞ ശിക്ഷാവിധിയുടെ സമയവുമായി. ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി നീതു പോൾസൺ അവതരിപ്പിച്ച കഥകൾ കേൾക്കാം. ആദ്യ കഥ മഞ്ഞപ്പൂക്കളുടെ കാലം. തെരുവിൻ്റെ ഒരറ്റത്തെ രണ്ടാമത്തെ നിലയിലുള്ള മുറിയാണ് എനിക്ക് താമസിക്കുവാനായി കിട്ടിയത്. ഗണപതി കോവിലും നീള പൂക്കടകളും ഒക്കെയുള്ള തെരുവിന് ജമന്തിപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ ഗണപതി കോവിലിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ചന്ദ്രൻ തൊടുന്നതും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓഫീസാണെങ്കിൽ നടന്നു പോകുവാനുള്ള ദൂരത്തും. എൻ്റെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ ആ ആഴ്ചയിലാണ് ഒരു കുടുംബം താമസിക്കുവാനായി വന്നത്. സ്ത്രീയുടെ മുഖം തെളിച്ചമില്ലാതെ കാണപ്പെട്ടു. അവരുടെ പേര് മീന എന്നായിരുന്നു.
അവരുടെ ഭർത്താവ് എന്നെ നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അവർക്ക് 2 കുട്ടികളായിരുന്നു. മൂത്തത് ഒരു ആൺകുട്ടി, ഇളയത് ഒരു പെൺകുട്ടി. വലിയ വയസ്സ് വ്യത്യാസമൊന്നും അവർ തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കുട്ടികൾ വരാന്തയിൽ വലിയ ബഹളത്തോടെ ഓടുകയും എൻ്റെ പൂച്ചെടികൾ മറിച്ചിടുകയും ചെയ്തു. മിക്ക ദിവസങ്ങളിലും ഗണപതിക്കോവിലേക്ക് കയ്യിലൊരു പൂപ്പാത്രവുമായി മീന പോകുന്നത് കാണാമായിരുന്നു. അവിലും മലരും ചേർത്തിളക്കിയ പ്രസാദം വാടിയ ഇലകളിൽ പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ അതിലൊരു വിഹിതം എൻ്റെ നേർക്കും അവർ നീട്ടി. ചിലപ്പോൾ നെറ്റിയിൽ ഭസ്മം തൊട്ട് തന്നു. ചിലപ്പോൾ ചോദിക്കും, ഇന്ന് ഓഫീസിൽ നിന്നും നേരത്തെ വന്നുവോ? അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആകെക്കൂടിയുള്ള സംഭാഷണം. അവരുടെ വിരലുകളുടെ തണുപ്പും വിഷാദച്ഛായ നിറഞ്ഞ കണ്ണുകളും പലപ്പോഴും അമ്മയെ ഓർമ്മപ്പെടുത്തി. അമ്മ മരിച്ചിട്ട് 7 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നുവെന്ന തിരിച്ചറിവിലൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയില്ലാത്ത വീടെന്നാൽ അതിനർത്ഥം അനാഥയായി എന്നാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വേഗത്തിൽ റീപ്ലേസ്മെൻ്റ് ചെയ്യാവുന്ന ഒരു തസ്തിക ഭാര്യയുടെ ആണെന്നാണ്. അല്ലെങ്കിൽ അമ്മ മരിച്ചു 2-ാം വർഷം അച്ഛൻ വീണ്ടും നവവരൻ്റെ വെളുത്ത കുപ്പായം ധരിക്കുകയില്ലായിരുന്നു. അയൽക്കാരുടെ വീട് എനിക്ക് പലപ്പോഴും സ്നേഹം തുന്നിച്ചേർത്തിടമായി തോന്നി. അയാൾ ജോലിക്ക് പോകുന്നു, അടുക്കും ചിട്ടയോടും കുടുംബകാര്യങ്ങൾ നടത്തുന്നു. ഭാര്യ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചു. പാചകം, വീട്ടുജോലി, കുട്ടികളെ പഠിപ്പിക്കൽ. പലപ്പോഴും അവിടെ നിന്നും ഏട്ടാ ഈ കറി കൊള്ളാമോ എന്ന ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. കറികൾ നല്ലതാണെന്ന് പറയുന്ന ദിവസം അവരുടെ മുഖത്ത് വേണ്ടവിധം സന്തോഷം നിറഞ്ഞു. അല്ലാത്ത പക്ഷം മുഖം ഇരുണ്ടു. ഒരു ശരാശരി വീട്ടമ്മയെ കുഴപ്പിക്കുന്ന 2 കാര്യങ്ങൾ രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചക്കത്തെ കറികളും ആയിരിക്കാം. 7 മണിയുടെ TV സീരിയൽ തുടങ്ങുന്നതോടെ അവർക്ക് അല്പം വിശ്രമമാണെന്നും എനിക്ക് തോന്നി. നന്നേ വൈകിയൊരു രാത്രി. പുലരാൻ 2-3 മണിക്കൂർ മാത്രം ബാക്കി. ഓഫീസിലെ കുറച്ച് വർക്ക് തീർക്കാനുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചൂടുകാപ്പി ഉണ്ടാക്കി കുടിച്ച് ഞാൻ ഉറക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2:30 മണി കഴിഞ്ഞു കാണണം. ലാപ്പ് അടച്ചുവെച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അമർത്തി പിടിച്ചൊരു കരച്ചിൽ കേട്ടത്. ഭിത്തിക്കപ്പുറത്തേക്ക് വെറുതെയെങ്കിലും കാതുകൾ നീണ്ടു ചെന്നു. എന്തോ ചവിട്ടി മെതിക്കുന്ന ശബ്ദം, കമ്പിപ്പാരയിൽ തേങ്ങ കുത്തിയിറക്കി പൊതിച്ചെടുക്കുന്നത് പോലെ. ആ ശബ്ദത്തിൻ്റെ ഇടയിലൂടെ സ്ത്രീയുടെ ദയനീയമായ നിലവിളി പുറത്തു ചാടി. എന്നെ ഇനി അടിക്കരുത്, ഞാൻ ചത്തുപോകും. ഒരു നിമിഷം ഞാൻ ഞെട്ടിത്തിരിച്ച് നിന്നുപോയി. എൻ്റെ ശരീരം പൂക്കുല പോലെ വിറച്ചു. വീണ്ടും പുഴുത്തൊരു തെറിവാക്ക് പുറത്തു ചാടി. വീണ്ടും അടിയുടെ ശബ്ദം. രാത്രിയുടെ നിശബ്ദതയിലേക്ക് ദയനീയമായൊരു നിലവിളി വന്നു ചേർന്നു. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. 2 മക്കളുടെ അമ്മയായ സ്ത്രീ മരിച്ചു കാണുമോ എന്നൊരാധി എന്നിൽ ചൂടുന്നു നിന്നു. എപ്പോഴോ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റത് അടുത്ത വീട്ടിലെ കോലാഹലങ്ങൾ കേട്ടാണ്. പഴയ മലയാളം പാഠപുസ്തകത്തിലെ നടുവിലത്തെ പേജ് പുനരാവിഷ്കരിച്ചതുപോലെയായിരുന്നു അവരുടെ വരാന്ത. ഭർത്താവ് കസാരയിൽ ചാരിക്കിടക്കുന്നു. കുട്ടികൾ അരികിലിരിക്കുന്നു. ഭാര്യ ഇഡലിയും സാമ്പാറും വിളമ്പെ പിഞ്ഞാണങ്ങൾ നിർത്തിവെച്ച് തമാശകൾ പറയുന്നു. ഭർത്താവിനെ നോക്കി ചിരിക്കുന്നു. തലേരാത്രിയുടെ ഘനീഭവിക്കുന്ന ഓർമ്മകളൊന്നും അവരിലില്ല. മുഖം നീരുവെച്ച് വിങ്ങിയിട്ടുണ്ട്. പിന്നീടുള്ള എൻ്റെ രാത്രികൾ ആ സ്ത്രീയുടെ കരച്ചിലിൽ മുങ്ങിപ്പോയി. പുറമേ കാണുന്ന പകിട്ടൊന്നും ആ വീടിനില്ലെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി. സന്ധ്യ മയങ്ങുമ്പോൾ നഖങ്ങൾ വളർന്നു മുറ്റൊരു പിശാചിന് രൂപമാണ് അയാൾക്ക്. ആ വീട് പിന്നെയൊരു സെമിത്തേരിക്ക് തുല്യവും. അതിക്രൂരമായി അയാൾ അവരെ ഉപദ്രവിച്ചിട്ടും രാവിലെകളിൽ അവരുടെ മുഖം ദീപ്തമായും സന്തോഷമായും കാണപ്പെട്ടു. അയാൾ അവരെ പേര് വിളിച്ചിരുന്നില്ല. പകരം ഒരു തെറിവാക്കുച്ചരിച്ചു. ഭർത്താവ് വരുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചു. കുട്ടികളെ ഉറക്കിക്കിടത്തി. രാത്രി മുഴുവനും അയാളുടെ സംശയം നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അയാളുടെ അടിയേറ്റ് തളർന്നു വീണു. രാവിലെകളിൽ അതിസമർത്ഥമായി നല്ല ഭാര്യയുടെ വേഷം അഭിനയിച്ചു തീർത്തു. ഒരു ദിവസം രാവിലെ നീരിവെച്ചിയ വിങ്ങിയ മുഖം അകത്തേക്ക് നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, പഴയത് തുന്നൽ വിട്ടതുണ്ടെങ്കിൽ തന്നോളോ, ഒരു പഴയ മിഷ്യൻ കിട്ടി. ഞാൻ അലമാരയിൽ തിരഞ്ഞു. 2 ചുരിദാറുകൾ വണ്ണം കുറയ്ക്കുവാനായി കൊടുത്തു. എന്താ ഉണ്ടാക്കിയ വൈകുന്നേരത്തിന്? അവരുടെ കണ്ണുകൾ അകത്തേക്ക് പാഞ്ഞു കയറി. ഏയ്, ഞാൻ അങ്ങനെ ഫുഡ് വീട്ടിലുണ്ടാക്കാറില്ല. അവർ തുണിയുമായി മടങ്ങി. 2-ാമത്തെ ദിവസം ചവിട്ടി ഒടിച്ച തയ്യൽ മെഷീൻ മുറ്റത്ത് കിടക്കുന്നത് കണ്ടു. ഭർത്താവ് പോയ തക്കം നോക്കി മീന ഒരോട്ടയിൽ അത് വലിച്ചു കയറ്റിക്കൊണ്ടുപോയി. പതിവില്ലാതെ അന്ന് ഡോറിൻ്റെ പിന്നിൽ നിന്ന് സ്വരം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു, ഒന്നും വിചാരിക്കരുത്, ഒരു 2000 രൂപ വായ്പ തരാമോ? മെഷീൻ നന്നാക്കാനാണ്, മടക്കിത്തരാം. ശമ്പളം വന്നിരുന്നില്ല. എങ്കിലും അവരെ സഹായിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വൈകുന്നേരം പണം എണ്ണി അവർക്ക് നൽകുമ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവരുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു വന്നു. പിന്നീട് ഭർത്താവ് വീട്ടിലുള്ളപ്പോഴൊന്നും ആ മെഷീൻ്റെ ശബ്ദം കേട്ടില്ല. പക്ഷെ അയാളില്ലാത്ത സമയം നോക്കി ആളുകൾ തയ്ക്കാൻ തുണികളുമായി വന്നു. ഓൺലൈൻ വഴി അത്യാവശ്യം മെറ്റീരിയൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സാധനം കൊണ്ട് ആളുകൾ വീട്ടിൽ വരും. ചേച്ചിക്ക് പിന്നെ ചേട്ടനെ നോക്കി നിൽക്കേണ്ടി വരില്ല. അയ്യോ, ആണുങ്ങളല്ലേ വരുന്നത്? വേണ്ട, ചേട്ടൻ അതൊന്നും ഇഷ്ടമാവില്ല. ശരി, എൻ്റെ അഡ്രസ്സിൽ ഓർഡർ കൊടുക്കാം. മതി. അവരുടെ മുഖത്ത് തെളിച്ചം വീണു. ആ ഇടയ്ക്കാണ് അയാളുടെ കാലിന് എന്തോ അപകടം പറ്റിയത്. അയാൾ ജോലിക്ക് പോകാതെയായി. തയ്യൽ മെഷീൻ്റെ ചക്രം ചവിട്ടിക്കറങ്ങുന്നതിനൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ ചക്രവും മുന്നോട്ടുരുണ്ടു. പണം വരുത്തുന്ന മാറ്റങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹൗസ് ഓണറിൻ്റെ അനുമതിയോടെ അവരുടെ പേരും വിലാസവും എഴുതിയൊരു ബോർഡ് മുറ്റത്ത് തൂങ്ങി. മീന ടൈലറിംഗ് ഷോപ്പ്. അതുവരെ ഭർത്താവിൻ്റെ ശബ്ദങ്ങൾ മാത്രം മുഴങ്ങിക്കേട്ട വീട്ടിൽ അവരുടെ സ്വരം ഉയർന്നു തുടങ്ങി.
അയാളുടെ നേരെ ചോദ്യങ്ങൾ എറിഞ്ഞും അടിക്കാനൊങ്ങിയ അയാളുടെ കൈകൾ തടഞ്ഞും ഉദരം സഹിക്കാൻ വയ്യാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തും അവർ ചെറുത്തു നിൽക്കുന്നത് ഞാൻ ഉൾപ്പുളകത്തോടെ കണ്ടു. അവർ ഡിവോഴ്സ് വാങ്ങാത്തത് എന്താണെന്നൊരു ചിന്ത അപ്പോഴും എന്നെ ഭരിച്ചിരുന്നു. ഒരുപക്ഷെ അവർക്കതിന് അവരുടേതായ ന്യായീകരണം ഉണ്ടാവാം. എപ്പോഴും എന്റെ ചോദ്യത്തിനുള്ള മറുപടി അവർ പറഞ്ഞു. അയാൾക്ക് സംശയമാണ്, ഇട്ടെറിഞ്ഞു പോയാലോ എന്ന് ഓർക്കും. ഇതിലും ദുരിതമാണ് സ്വന്തം വീട്, പിള്ളേരില്ലേ. വയ്യാതെ കിടന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും അവർക്ക് കൊടുക്കാൻ ആരുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ കടം വാങ്ങിക്കെട്ടിച്ച കണക്ക് പറയും. എനിക്കിനി ഒന്നും പറയാനില്ല. കടലാണെന്നറിഞ്ഞ് തോണി ഇറക്കുന്നവർ, ആഴമറിഞ്ഞു തുഴയെറിയുന്നവർ, ഏതേതു കാറ്റ് വിളിഞ്ഞിട്ടും പിടിവിടാത്തവർ. ആ തെരുവിലെ മുറി ഒഴിഞ്ഞു പോകുന്ന ദിവസമായിരുന്നു അന്ന്. അവരെന്നെ വെറുതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ അവരുടെ ആരുമായിരുന്നില്ല. എന്നിട്ടും എനിക്ക് കരച്ചിൽ വന്നു. ഇറങ്ങാൻ നേരം എന്റെ കൈവെള്ളിലേക്ക് ചുട്ടിപ്പിടിച്ച നോട്ടുകൾ വെച്ച് തന്നുകൊണ്ട് അവർ പറഞ്ഞു, കൊച്ചിനെ ഞാൻ മറക്കത്തില്ല. ഞാൻ ആ നോട്ട് വെറുതെ വിടർത്തി നോക്കി. അവരുടെ അധ്വാനത്തിന്റെ വീർപ്പ് കിനിഞ്ഞ നോട്ട്. കൺദൂരം മറയുമ്പോഴും അവരാ വരാന്തയിൽ നിന്നിരുന്നു, ഉച്ചവെയിലിൽ തലയുയർത്തി നിൽക്കുന്ന മഞ്ഞക്കൊന്ന പോലെ. തുടർന്ന് അവൾ നഗരമധ്യത്തിൽ തന്നെയുള്ള ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അരുണിമയുടെ അനിയത്തിയുടെ വിവാഹം. വളരെ കാലം കൂടി ഒരു കല്യാണം കൂടുന്നതിന്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഞാനൊരു പീച്ച് നിറമുള്ള സാരി ഉടുത്തു, മുടിയിൽ മുല്ലപ്പൂ ചൂടി, നെറുകയിൽ ആവശ്യത്തിലധികം സിന്ദൂരം തൊട്ടു. നവീന് വാട്സപ്പിൽ സാരി എടുത്തൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. നന്നായിട്ടുണ്ടടി എന്ന് മെസ്സേജ്. രണ്ട് നാട്ടിലിരുന്ന് ഊർന്നു വീഴുന്ന ദാമ്പത്യപ്പറ്റി ഓർത്ത് ഒരു വേള ചിന്തിച്ചു. ഒരു ദീർഘനിശ്വാസം, വെറുതെ ഒരു സങ്കടം. ഓഡിറ്റോറിയത്തിന്റെ കവാടത്തിൽ വെച്ച് തന്നെ അരുണിമയെ കണ്ടു. സന്തോഷം തിങ്ങി വിങ്ങുന്ന മുഖം. പുതിയ ജോലിസ്ഥലത്ത് എനിക്ക് കിട്ടിയ നല്ല സൗഹൃദം. അവളുടെ പച്ച നിറമുള്ള പട്ടുസാരിയുടെ ഞൊറിവുകൾ നേരെയാക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എവിടെ കല്യാണ പെണ്ണ്? സ്വർണത്തിന്റെ പൊലിപ്പോടെ നവവധു. വാട്സാപ്പിൽ നവീന മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഒറ്റപ്പെടൽ തോന്നി. എത്ര നാളായി നേരിട്ട് കണ്ടിട്ട്. കസേരയിൽ തിരക്കിൽ നിന്നൊഴിഞ്ഞ് എന്തെല്ലാമോ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ചുറ്റുപാടും ശ്രദ്ധിക്കാതെ തല താഴ്ത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. ഞാൻ ചിരിച്ചു. പെൺകുട്ടിയുടെ മുഖത്ത് ഒരുതരം നിർവികാരിത മാത്രം. ആ തിരക്കും ബഹളവും അവളെ വല്ലാതെ ശ്വാസം പൊട്ടിക്കുന്നത് പോലെ തോന്നി. 14-13 വയസ്സ് തോന്നിക്കും. ആരെയോ കാത്തിരിക്കുന്ന പോലെ അവൾ പറഞ്ഞു, എനിക്ക് ഫോണൊന്നും തരാമോ? ചെറിയമ്മേനെ വിളിക്കാനാണ്. ചെറിയമ്മ എവിടെ? ആവോ, പെൺകുട്ടി വല്ലായ്മയോടെ പറഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കണം. ഞാൻ മൊബൈൽ നീട്ടി. ബെല്ലടിച്ച് തീർന്നതല്ലാതെ ഫോൺ ആരും എടുത്തില്ല. ഞാൻ പറഞ്ഞതാ കല്യാണത്തിന് വരുന്നില്ല എന്ന്. ചെറിയമ്മ കേട്ടില്ല. അവൾ പിറുപിറുത്തു. അവളുടെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞിരുന്നു. കുട്ടിയുടെ വീട് എവിടെയാ? ജഗജേട്ടന്റെ ബന്ധത്തിലുള്ളതാ. കെട്ടുകഴിഞ്ഞു, സദ്യ ഉണ്ടിട്ട് പോകാലോ ചെറിയമ്മയും കൂട്ടി. അവൾ അതിന് മറുപടി പറഞ്ഞില്ല. ആരുടെയും കണ്ണിൽ പെടാതെ ഇരിക്കാൻ അവൾ പാടുപെടുന്നത് പോലെ എനിക്ക് തോന്നി. മുഹൂർത്തത്തിന് സമയം ബാക്കിയായിരുന്നു. കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടെ ഫ്രീ ആയതുപോലെ എനിക്ക് തോന്നി. മുഖത്ത് ഭംഗിയുള്ള ചിരി വിരിഞ്ഞു. മെല്ലെ മെല്ലെ തമാശകൾ പറഞ്ഞു. മുഖം പുത്തിച്ചിരിച്ചു. അവൾ എന്റെ മാലയുടെ ലോക്കറ്റ് നേരെ ഇട്ടുകൊണ്ട് പറഞ്ഞു, അമ്മ കഴിഞ്ഞ ആഴ്ചയിൽ ഓടിപ്പോയി. എങ്ങടാ പോയെന്നറിയില്ല. അതിൽ പിന്നെ ആളുകൾ എന്നെ കാണുമ്പോൾ ചിരിയാണ്. ഞാൻ അതിശയത്തോടെ ചോദിച്ചു, എങ്ങോട്ട് പോയി? അറിയില്ല, നമുക്ക് ഒരുമിച്ച് ചെറിയമ്മയുടെ മകളുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. നീ ഒരുങ്ങി റോഡിൽ പോയി നിന്നോ, അമ്മ പുറകെ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരുങ്ങി റോഡിൽ നിന്നു. കുറേനേരം നിന്ന് മടുത്തപ്പോൾ കൂട്ടുകാരെ വീട്ടിൽ കയറിയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ പിന്നെയും റോഡിൽ ചെന്ന് നിന്നു. അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു, അമ്മ ഒരു ബാഗും തൂക്കി പോണ കണ്ടല്ലോ എന്ന്. പറഞ്ഞു തീർന്നതും അവൾ ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് ആരോടോ ഇഷ്ടമുണ്ടായിരുന്നത്രേ. അവൾ ഉടുപ്പിന്റെ തുമ്പ് ഉയർത്തി കണ്ണും മുഖവും തുറച്ചു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പിന്നെയും ധാരധാരയെ ഒഴുകി. കുട്ടിയുടെ അച്ഛൻ? എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. തിരക്കിനിടയിലൂടെ അരുണിമ വരുന്നത് ഞാൻ കണ്ടു. നീ ഇവിടെ ഇരിക്കുവാണോ? വാ, കെട്ടിന് സമയമായി. അവളെൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. സ്റ്റേജിൽ നിൽക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ ആ പെൺകുട്ടിയെ തന്നെ തിരഞ്ഞു. നെഞ്ചിലൊരു വിങ്ങൽ, ഭാരം. എന്നിട്ടോ എന്നൊരു ചോദ്യം ബാക്കി. സദ്യ വിളമ്പുന്നിടത്ത്, പാർക്കിംഗ് ഏരിയയിൽ, അങ്ങനെ അവളെ പറ്റാവുന്നിടങ്ങളിലൊക്കെ ഞാൻ തിരഞ്ഞു. ചെറിയമ്മയുടെ ഒപ്പം അവൾ പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി വെറുതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. നീതു പോൾസൺ അവതരിപ്പിച്ച കഥകൾ, ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.